സ്പേസിംഗ് മെത്തേഡ്സ്, ഫീമെയിൽസിനുള്ള സ്പേസിംഗ് മെത്തേഡ്സ് ആണ് അടുത്തത് പറയാൻ പോകുന്നത്. അത് മെയിൻ ആയിട്ടുള്ളത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, IUD. ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൽ രണ്ട് മെയിൻ IUD ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കോപ്പർ ടി 200B, രണ്ട് കോപ്പർ ടി 380A. നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം NFWP എന്നാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാമിലി വെൽഫെയർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് കോപ്പർ ടി 200B ആണ്. കോപ്പർ ടി പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, പോളിത്തീൻ. എന്നിട്ട് കോപ്പർ വയർ അതിന്റെ സ്റ്റെമ്മിലേക്ക് റാപ്പ് ചെയ്തിരിക്കുന്നു. ഇതാണ് കോപ്പർ ടി. വേറെ പല ടൈപ്പ് കോപ്പർ ടി ഉണ്ട്. നമ്മൾ ഈ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഈ കോപ്പർ ടീയിൽ, ഈ എല്ലാ കോപ്പർ ടീയിലും കോപ്പർ സ്റ്റെമ്മോ ഡിവൈസിൽ റാപ്പ് ചെയ്തിരിക്കുന്നു. കോപ്പർ ടി 380A ആണ് ലോങ്ങർ ലൈഫ് ഉള്ളത്. ലോങ്ങർ ലൈഫ് പ്ലേസ്മെന്റ് ഉള്ളത് കോപ്പർ ടി 380A ആണ്. കോപ്പർ ടി 200Bക്ക് 3 to 5 ഇയേഴ്സിനകം നമുക്ക് മാറ്റേണ്ടി വരും. കോപ്പർ ടി 380A 10 ഇയേഴ്സ് വരെ പ്രഗ്നൻസി തടയാനായിട്ട് പറ്റും. ഈ കോപ്പർ ടിക്കും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഐഡിയൽ കൺട്രാസെപ്റ്റീവിന്റെ ഗണത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ കൺട്രാസെപ്റ്റിനും അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഐഡിയൽ കൺട്രാസെപ്റ്റീവ് എന്ന സാധനം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അതൊരു സത്യമാണ്. കോപ്പർ ടിയുടെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ് സ്മാൾ ആൻഡ് സൈസ് ആണ് കോപ്പർ ടി. അതുകൊണ്ട് ഈസിയർ ഇൻ ഇൻസേർട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഒന്നും അധികം കാണത്തില്ല. പിന്നെ പെയിനും ബ്ലീഡിങ്ങും കുറവാണ്. എഫക്റ്റീവ്നെസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 380A 10 ഇയേഴ്സ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് എഫക്റ്റീവ്നെസ് ഉണ്ട്. ലോ ഫെയിലിയർ ആണ്. എക്സ്പെൻസീവ് വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല കോപ്പർ ടി. ലാക്ടേറ്റിംഗ് വുമണിന് സ്യൂട്ടബിൾ ആണ്. കാരണം ബ്രസ്റ്റ് ഫീഡിങ് വുമണിന് കോപ്പർ ടി യൂസ് ചെയ്താൽ 3 to 5 ഇയേഴ്സ് അകം അടുത്ത പ്രഗ്നൻസി കൺസീവ് ചെയ്താൽ മതി. അതുകൊണ്ട് സ്യൂട്ടബിൾ മെത്തേഡാണ് അത്. ലാക്ടേറ്റിംഗ് വുമണിന് സ്യൂട്ടബിൾ മെത്തേഡ് കോപ്പർ ടി ആണ്. ഇനി ഒരു അറ്റൻഷന്റെ ആവശ്യമില്ല. ഇൻസേർഷന് ശേഷം ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെ ഒരു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. റിവേഴ്സിബിൾ ആണ്. നമുക്ക് ആവശ്യമില്ലാത്ത സമയം കോപ്പർ ടി നമുക്ക് റിമൂവ് ചെയ്യാം, വീണ്ടും തരാൻ കൺസീവ് ചെയ്യാം, ഒരു വിഷയമില്ല. പിന്നെ ഹോസ്പിറ്റലൈസേഷന്റെ ആവശ്യം കോപ്പർ ടിയിൽ വരുന്നില്ല. കോപ്പർ ടിക്ക് അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് പെയിൻഫുൾ ആണ്. ഇൻസേർട്ട് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും പെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂട്രസിനെ അത് പെർഫോറേറ്റ് ചെയ്യാൻ മുറിവുകളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ IUDയിൽ ഉണ്ടാവുന്ന 3 to 9% പ്രഗ്നൻസി അത് എക്ടോപിക് പ്രഗ്നൻസി ആണ്. അതാണ് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ്. IUDയുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് 3 to 9% ഓഫ് പ്രഗ്നൻസീസ് ഒക്കർ ചെയ്യുന്നത് എക്ടോപിക് പ്രഗ്നൻസീസ് ആണ്. എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് പറയുന്നത് യൂട്രസിലല്ലാതെ പ്രഗ്നൻസി ആവുന്നു, ഫെർട്ടിലൈസർക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. യൂട്രസിലാണ് സാധാരണ പ്രഗ്നൻസി ആവുമ്പോഴത്തേനും സൈഗോട്ട് ഇംപ്ലാന്റ് ചെയ്യേണ്ടത്. പക്ഷേ യൂട്രസിലല്ലാതെ ഫലോപ്പിയൻ ട്യൂബ് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന സംഭവം വരുന്നത്. ഫലോപ്പിയൻ ട്യൂബ് ഡാമേജിലേക്ക് നയിക്കുന്ന ഒരു സംഭവമാണ്. അത് ഫെർട്ടിലിറ്റിയെ വരെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് മേജർ ഡിസഡ്വാൻറ്റേജ് ആണ് IUDയുടെ. IUDക്ക് അഡ്വാൻറ്റേജസും ഉണ്ട്, അതുകൊണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. IUDയുടെ മെയിൻ അഡ്വാൻറ്റേജസ് ആണ് സ്മാൾ ആൻഡ് സൈസ് ആണ്. അതുകൊണ്ട് ഇൻസേർഷൻ ഈസിയാണ്. പിന്നെ ലെസ് ബ്ലീഡിങ് പെയിനും കുറവാണ്. ഗ്രേറ്റർ എഫക്റ്റീവ്നെസ് ആണ്. 10 വർഷം വരെ നമുക്ക് പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ പറ്റും, പ്രഗ്നന്റ് ആവാതിരിക്കാൻ പറ്റും. ലോ ഫെയിലിയർ ആണ്. ഫെയിലിയർ റേറ്റ് കുറവാണ്. ഇൻഎക്സ്പെൻസീവ് ആണ്. വലിയ പൈസയൊന്നും വരുന്നില്ല നമുക്കൊരു IUD അഫോർഡ് ചെയ്യാൻ. ലാക്ടേറ്റിംഗ് മൂവ്മെന്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ മെത്തേഡാണ് IUD. ചിലപ്പോൾ 1 വേർഡ് ചോദിച്ചേക്കാം. ലാക്ടേറ്റിംഗ് മൂവ്മെന്റ് സ്യൂട്ടബിൾ ആയ കൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് പറഞ്ഞ് 1 വേർഡ് ചോദിച്ചേക്കാം. അന്നേ IUD. അതിന്റെ ആൻസർ ആണ് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. പിന്നെ ഇത് ഇൻസേർഷൻ കഴിഞ്ഞ ഒരു അറ്റൻഷന്റെ ആവശ്യമില്ല. റിവേഴ്സിബിൾ മെത്തേഡാണ്. നമുക്കിപ്പം 3 to 5 ഇയേഴ്സ് നമുക്ക് ഈ IUD റിമൂവ് ചെയ്യാമല്ലോ. എന്ന് വെച്ചാൽ കോപ്പർ ടി നമുക്ക് റിമൂവ് ചെയ്യാമല്ലോ. നമുക്കത് റിവേഴ്സിബിൾ ആണ്. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ്റെ അത്യാവശ്യം വരുന്നത് ഇല്ല. പിന്നെ ഡിസഡ്വാൻറ്റേജസ് മെയിൻ ആയിട്ട് പറയുന്നത്, ഒന്ന് IUD ഇൻസേർട്ട് ചെയ്യുമ്പോഴും റിമൂവ് ചെയ്യുമ്പോഴും പെയിൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ യൂട്രസിന് മുറിവേവാനുള്ള ചാൻസസ് ഉണ്ട് IUD ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യുമ്പോഴും. പിന്നെ 3 to 9% പ്രഗ്നൻസി അത് എക്ടോപിക് പ്രഗ്നൻസി ആണ്. IUD ഒക്കർ ചെയ്യുന്ന എക്ടോപിക് പ്രഗ്നൻസി ആണ്. അതാണ് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് IUDയുടെ. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ് യൂട്രസിന് ഔട്ട്സൈഡ് ആണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫലോപ്പിയൻ ട്യൂബിലാണ് ശരിക്കും പറഞ്ഞാൽ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവുന്നത്. യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്താൽ മാത്രമേ അത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അത് ബേബിയായി മാറത്തുള്ളൂ. പക്ഷേ യൂട്രസിന്റെ വെളി ഫലോപ്പിയൻ ട്യൂബിന് അവിടെ ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് എക്ടോപിക് പ്രഗ്നൻസി തോന്നുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്. അല്ല, ഫലോപ്പിയൻ ട്യൂബിന് ഡാമേജ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇൻഫെർട്ടിലിറ്റി ആവാനുള്ള കാരണങ്ങളും റിസ്ക്കും കൂടുതലാണ്. പലതരം IUD ഉണ്ട്. ഇത് മിറേണ, കൈരേണ, പിന്നെ കോപ്പർ ടിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എല്ലാ IUDയും ഒരേപോലെ തന്നെയാണ്.
ഫംഗ്ഷൻ അത് തന്നെയാണ്. കോപ്പർ ടി അതിന്റെ സ്റ്റെമ്മിലാണ് റാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോപ്പർ ലോഡ്, കോപ്പർ മൾട്ടി ലോഡ് 375 അങ്ങനെ കുറച്ച് IUD ഇന്ത്യയിൽ അവൈലബിൾ ആണ്. IUDക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടാതെ സൈഡ് എഫക്ട്സും ഉണ്ട്. IUDയുടെ മെയിൻ സൈഡ് എഫക്റ്റ് ബാക്ക് ഏക്ക്, ലോവർ അബ്ഡോമിനൽ പെയിൻ, അബ്ഡോമിനൽ ലോവർ ഭാഗത്ത് പെയിൻ ഉണ്ടാവും. പിന്നെ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, മെൻസസ് കറക്റ്റ് ആവാതെ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ സ്പോട്ടിംഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ IUDയുടെ സൈഡ് എഫക്റ്റ് ആണ്. മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലാതെ, മെൻസസ് അല്ലാതെ വജൈനിൽ നിന്ന് അല്ലാതെ രക്തം വാർന്നു പോകുന്ന അവസ്ഥയാണ് സ്പോട്ടിങ്. പിന്നെ മെൻസ്ട്രൽ ബ്ലീഡിങ് 7 ദിവസത്തെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്നത് അത് മെനറാജിയ എന്നൊരു കണ്ടീഷനിലേക്കും IUDയുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാം. 7 ദിവസത്തിനകം നിൽക്കുമെങ്കിൽ അത് മെൻസ്ട്രൽ ആയിട്ട് നമുക്ക് കണക്കാക്കാനേ പറ്റൂ. പക്ഷെ 7 ദിവസത്തിന് കൂടുതലായ മെനറാജിയാണ്, അത് അഭിനയ രക്തം വെളിയിൽ പോകുന്നതാണ്. അത് സൈഡ് എഫക്റ്റ് ആണ് IUDയുടെ. പിന്നെ ഇത് ഏതെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് പിന്നെ പെർസിസ്റ്റ് ചെയ്യുക, മാറുന്നില്ലെങ്കിൽ IUD എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷനെ ബാധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ ലോ അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ സ്പോട്ടിങ്ങോ മെനറാജി എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ IUD അപ്പം തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. IUD ഇൻസേർഷന്റെ ബെസ്റ്റ് ടൈം 3 to 7 ഡേയ്സ് ആണ്. IUD ഇൻസേർഷന്റെ ബെസ്റ്റ് ടൈം 3 to 7 ഡേയ്സ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിലെ 3 to 7 ഡേയ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് മെയിൻ സൈഡ് എഫക്റ്റ് IUDയുടെ. ബാക്ക് ഏക്ക്, ലോവർ അബ്ഡോമിനൽ പെയിന്, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, സ്പോട്ടിങ്. വജൈനയിൽ ഉണ്ടാവുന്നതല്ല, മെൻസ്ട്രൽ ബ്ലീഡിങ് അല്ലാതെ വേറെ ബ്ലീഡിങ് ഉണ്ടാവുന്നതാണ്, അതിന്റെ പേരാണ് സ്പോട്ടിങ്. പിന്നെ മെൻസ്ട്രൽ ബ്ലീഡിങ് 7 ദിവസത്തെക്കാട്ടിലും കൂടുതൽ മെൻസ്ട്രൽ ബ്ലീഡിങ് ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ മെനറാജിയ എന്ന് പറയും. 7 ദിവസത്തിനകത്താങ്കിൽ അത് മെൻസ്ട്രൽ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ IUD റിമൂവ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെ IUD ഇൻസേർഷന്റെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിളിലെ 3 to 7 ഡേയ്സിന്റെ ഉള്ളിലാണ്. ബെസ്റ്റ് ടൈം IUD ഇൻസേർഷൻ ഉള്ളത് 3 to 7 ഡേയ്സ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിലെ 3 to 7 ഡേയ്സിന്റെ ബിറ്റ്വീൻ ആണ്. ഇനി അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് ഹോർമോണൽ കൺട്രാസെപ്റ്റീവ്സ് ആണ്. ഹോർമോണൽ കൺട്രാസെപ്റ്റീവ്സ് മെയിൻ ആയിട്ട് 3 ഗ്രൂപ്പ് ഉണ്ട്. 1 ഓറൽ പില്ല്, 2 ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ്, 3 സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. 1 ഓറൽ പില്ല്, 2 ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ്, 3 സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. ഈ തന്നിരിക്കുന്ന പിക്ചറാണ് ഓറൽ പില്ല്. 1 മാല ഡി, 1 മാല എൻ. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡ് നമ്മൾ നോക്കുന്നുണ്ട്. ഇത് ഇഞ്ചക്റ്റബിൾസ്. ഈ ഒരു ഡെപ്പോ പോയ കൺട്രാസെപ്റ്റീവ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫിഗർ കണ്ടേക്കുന്നുണ്ടോ, അത് കൺട്രാസെപ്റ്റീവ് ഇഞ്ചക്ഷൻ ആണ്, ഇഞ്ചക്റ്റബിൾസ് ആണ്. പിന്നെ ഇതാണ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. തൊട്ടിപ്പുറത്ത് കാണുന്നത് ഒരു കയ്യിലൊരു പ്ലാസ്റ്റിക് റോഡ് കണ്ടോ, അതാണ് സബ്ഡെർമൽ ഇംപ്ലാന്റ്സ്. ഇത് ICMR പുതുതായിട്ട് വരാൻ പോകുന്ന സബ്ഡെർമൽ ഇംപ്ലാന്റ്സ് ആണ്. ഇംപ്ലാനോർ ആളാണ് ഇപ്പൊ കറന്റ് നോർപ്ലാന്റ് എന്ന് പറഞ്ഞൊരു സബ്ഡെർമൽ ഇംപ്ലാന്റേ ഉള്ളൂ കറന്റ് ICMR അംഗീകരിച്ചത്. ഇത് ഇംപ്ലാനോർ ആണ്. അതിപ്പം വരാൻ പോകുന്ന ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ജസ്റ്റ് ഒന്ന് സബ്ഡെർമൽ ഇംപ്ലാന്റ് എന്തോന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിഗർ ഇട്ടത്. പിന്നെ ഓറൽ പിൽസ് എന്തോന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിഗർ ഇട്ടത്, ജസ്റ്റ് ഒന്ന് ഇല്ലസ്ട്രേഷന് വേണ്ടിയിട്ട്. പിന്നെ ഓറൽ പിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടേ, ഈ ഗ്രീൻ സെക്ഷൻ കണ്ടോ, ഈ ഗ്രീൻ സെക്ഷൻ കണ്ടോ, ഈ ഗ്രീൻ സെക്ഷനിലാണ് ഈ ഓറൽ പിൽസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28 പിൽസ് ഉണ്ട്. അത് 21 കൺട്രാസെപ്റ്റീവ് പിൽസും 7 അയൺ ടാബ്ലറ്റും ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കോപ്പർ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തറോ പെൽവിക് എക്സാമിനേഷൻ ആവശ്യമുണ്ട്. പിന്നെ കോപ്പർ യൂട്രസ് ഇരിക്കുമ്പം അത് സെക്സ് ലൈഫുമായിട്ട് ഒരു കാരണവശാൽ ഇന്റർഫിയർ ചെയ്യുന്ന, അത് നോർമൽ സെക്സ് ലൈഫിനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. പക്ഷെ കോപ്പർ 3 to 5 വർഷത്തിനുള്ളിൽ തന്നെ റീപ്ലേസ് ചെയ്യണം. കോപ്പർ കോപ്പർ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ട്, അത് സ്ലോലി ആയിട്ട് ഡിസോൾവ് ആകത്തുള്ളൂ. അതുകൊണ്ട് 3 to 5 വർഷം വരെ കോൺട്രാസെപ്ഷൻ എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ, പ്രഗ്നൻസിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നു. പക്ഷെ കോപ്പർ 380A റെക്കമെൻഡ് ചെയ്യാത്ത മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ആണ്, 10 years ആണ്. 10 years വരെ പ്രഗ്നൻസി കളയാൻ പറ്റും കോപ്പർ 380A. അത് അഡ്വാൻറ്റേജും ആണ്, ഒരു ഡിസഡ്വാൻറ്റേജും ആണ്. ലോങ് ലൈഫ് ഓഫ് പ്ലേസ്മെന്റ് ഇൻ ബോഡി കോപ്പർ 380A കോപ്പർ 200BA ലോങ് ലൈഫ് പ്ലേസ്മെന്റ് ഉള്ളത്. 2 IUD ആണ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം അംഗീകരിച്ചിട്ടുള്ളത്. ഒന്ന് കോപ്പർ 200Bയും ഒന്ന് കോപ്പർ 380Aയും. ഫാമിലി വെൽഫെയർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന കോപ്പർ 200B ആണ്. അത് 3 to 5 years തൊട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. 3 to 5 years നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇപ്പൊ പ്രഗ്നന്റ് ആവണമെങ്കിൽ 3 to 5 years നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. കോപ്പർ പ്ലാസ്റ്റിക് മെറ്റീരിയൽ പോളിയെത്തിലീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോപ്പർ വയർ അതിന്റെ സ്റ്റെമ്മിൽ റാപ്പ് ചെയ്തിരിക്കുന്നു.
പിന്നെ കോപ്പർ ടി ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തറോ പെൽവിക് എക്സാമിനേഷൻ ആവശ്യമുണ്ട്. അല്ലാതെ നമുക്ക് ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. പിന്നെ കോപ്പർ ടി യൂട്രസ് ഇരിക്കുമ്പോൾ ഈ ഡിവൈസ് നോർമൽ സെക്സ് ലൈഫിലോട്ട് യാതൊരു ബന്ധവും ഇല്ല, ഒരു ഇന്റർഫിയൻസും തരുന്നില്ല. പിന്നെ കോപ്പർ ടി 3 to 5 ഇയേഴ്സിനുള്ളിൽ റീപ്ലേസ് ചെയ്യണം. പക്ഷെ കോപ്പർ ടി 380 കോപ്പർ ടി 380 10 ഇയേഴ്സ് വരെ ലോങ്ങർ ലൈഫ് ഉണ്ട്. അതുകൊണ്ട് ലോങ്ങർ ലൈഫ് പ്ലേസ്മെന്റ് ഇൻ ബോഡി ആണ്. അത് ലോങ്ങർ ലൈഫ് ഉണ്ട്, അതുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യാത്തത്. നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൽ ഈ കോപ്പർ ടി 380 റെക്കമെൻഡ് ചെയ്യാത്ത മെയിൻ കാരണം എന്ന് വെച്ചാൽ 10 ഇയേഴ്സ് ലോങ്ങർ ലൈഫ് ഉള്ളതുകൊണ്ടാണ്. 10 ഇയേഴ്സ് വരെ കൺട്രാസെപ്ഷൻ പ്രഗ്നൻസി തടയാൻ പറ്റും. ഓറൽ പിൽസ് ഓറൽ കൺട്രാസെപ്റ്റീവ്സ് എന്ന് അറിയപ്പെടുന്നു. അത് സ്മാൾ അമൗണ്ട്സ് ഓഫ് ഈസ്ട്രജനും ഉണ്ട്, അതിൽ പ്രൊജസ്ട്രോണും ഉണ്ട്. രണ്ട് ഹോർമോൺ ഉണ്ട്. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൺട്രാ ഇൻഡിക്കേറ്ററി ഹോർമോണാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അതുപോലത്തെ ഒരു ഹോർമോണാണ്. ഫീമെയിൽസിനാണ് ഈ മെയിൻ രണ്ട് ഹോർമോൺ ഉള്ളത്. അത് മോസ്റ്റ് എഫക്റ്റീവും റിവേഴ്സിബിൾ മെത്തേഡുമാണ് ഓറൽ പിൽസ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. റിവേഴ്സിബിൾ മെത്തേഡാണ്, പെർമനന്റ് അല്ല, ടെമ്പററി കൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. പിന്നെ ഓറൽ പിൽസിന്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് അത് 30 ഇയേഴ്സിന് ബിലോ പർട്ടിക്കുലർലി സ്യൂട്ടബിൾ ആണ്. പിന്നെ അത് 30 ഇയേഴ്സ് ബിലോ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. കാരണം 30 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ മെൻസ്ട്രൽ ചേഞ്ചസ് ഉണ്ടാവും. അതുകൊണ്ട് ഓറൽ പിൽസ് അത്ര എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്പേസിംഗ് മെത്തേഡാണ് ബിലോ 30 ഇയേഴ്സിന് ബിലോ അത് സ്യൂട്ടബിൾ ആണ്. പിന്നെ രണ്ട് ടൈപ്പ് ഓറൽ പില്ലുണ്ട്. നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം അംഗീകരിച്ച രണ്ട് ടൈപ്പ് ഓറൽ പില്ലുണ്ട്. ഒന്ന് മാലാഡി, ഒന്ന് മാലോയൻ. അതാണ് ഞാൻ ആദ്യം കാണിച്ച ഈ രണ്ട് ടാബ്ലറ്റ്. അത് ഇപ്പം ലെവനോജെസ്ട്രോൾ ആൻഡ് എത്തിനൈലോ എസ്ട്രാഡിയോൾ ടാബ്ലറ്റ്സ് എന്ന് എന്ത് ചെയ്യും. അതാണ് 21 കൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്ന മറ്റേ വൈറ്റ് ടാബ്ലറ്റ് കണ്ടോ, അതാണ് ലെവനോജെസ്ട്രോൾ ആൻഡ് എത്തിനൈലോ എസ്ട്രാഡിയോൾ ടാബ്ലറ്റ്. അതാണ് കൺട്രാസെപ്റ്റീവ് പിൽസ്. ബാക്കി ഒരു ഡാർക്ക് ബ്രൗൺ തരത്തിൽ ഒരു 7 പില്ല് കണ്ടോ, അതാണ് ഫെറസ് ട്യൂമറേറ്റ്, അതാണ് അയൺ ടാബ്ലറ്റ്. ഈ 21 പിൽസ് ആണ് ഓറൽ പിൽസ്, മറ്റേത് അയൺ ടാബ്ലറ്റ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. രണ്ട് മെയിൻ ലോ ഡോസ് ഓറൽ പിൽസ് ഉണ്ട് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിന്റെ ബേസിസിൽ. അതിന്റെ ഒന്നാമത്തെ പേരാണ് മാലാഡി, രണ്ട് മാലായൻ. അതാണ് നമ്മൾ നേരത്തെ കാണിച്ച ലെവനോജെസ്ട്രോൾ ആൻഡ് എത്തിനൈലോ എസ്ട്രാഡിയോൾ ടാബ്ലറ്റ്സ് വിത്ത് ഫെറസ് ഫ്യൂമറേറ്റ് ടാബ്ലറ്റ്സ്. അതാണ് മാലാഡി, ഇതാണ് മാലായൻ. അതിന്റെ കണ്ടന്റ് പറയുന്നത് ലെവനോജെസ്ട്രോള് 0.15 മില്ലിഗ്രാം ആൻഡ് എത്തിനൈലോ എസ്ട്രാഡിയോള് 0.03 മില്ലിഗ്രാം. അന്നേരം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി ഈ ഫെറസ് ഫ്യൂമറേറ്റ് ടാബ്ലറ്റ്സ് എന്തായിരിക്കും. അത് ഈ ബാക്കി 7 ടാബ്ലറ്റിന്റെ കണ്ടന്റിനെ ജസ്റ്റ് ഒന്ന് പാക്കറ്റ് കൊടുക്കുമ്പോൾ അതും കൂടെ കൂടി ചേർത്താ പറയുന്നത്. ഈ 7 അയൺ ടാബ്ലറ്റിന്റെ കണ്ടന്റ് ആണ് ഈ ഫെറസ് ഫ്യൂമറേറ്റ് ടാബ്ലറ്റ്സ്. അതെന്ന് വെച്ചാൽ അയൺ ടാബ്ലറ്റ് സിമ്പിൾ. പിന്നെ മാലാഡി സോഷ്യൽ മാർക്കറ്റിങ്ങിന് 3 റുപ്പീസ്, ഒരു പാക്കറ്റിന് 3 റുപ്പീസ് ആയിട്ടാണ് മാലാഡി വിൽക്കുന്നത്. പക്ഷെ മാലായൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എല്ലാ PHCയിലും അർബൻ ഫാമിലി ഹെൽത്ത് സെന്ററിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഒക്കെ മാലായൻ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി മോഡ് ഓഫ് ഇൻടേക്ക്, കൺട്രാസെപ്റ്റീവ് പിൽസിന്റെ മോഡ് ഓഫ് ഇൻടേക്ക് ആണ് പറയാൻ വന്നത്. അത് 28 ഓറൽ പില്ലുണ്ട്. ഒരു പാക്കറ്റ് ഓറൽ പില്ല് 28 ഓറൽ പില്ലുണ്ട്. അത് 21 എണ്ണം ഈ ഓറഞ്ച് ഡിപ്പിക്ട് ചെയ്തേക്കുന്ന ഈ 3 വരിയാണ് കൺട്രാസെപ്റ്റീവ് പിൽസ്. ബാക്കിയുള്ളത് അയൺ ടാബ്ലറ്റ്. ഇതും അതുപോലെ ഒരു വേറൊരു സ്ട്രിപ്പാണ്. പക്ഷെ ഇത് 21 പില്ല് വൈറ്റ് കളറിലാന്നേ ഉള്ളൂ. മറ്റേ 7 എണ്ണം അയൺ ടാബ്ലറ്റ് ഫെറസ് ഫ്യൂമറേറ്റ് കണ്ടന്റ് ഉള്ളത്. അത് 21 എണ്ണം കൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്, 7 എണ്ണം അയൺ ടാബ്ലറ്റ് ആണ്. ഒരു പാക്കറ്റ് 28 ഓറൽ പില്ലുണ്ട്. ഫസ്റ്റ് ഈ പില്ലിന്റെ ഫസ്റ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ഡേ ഓഫ് മെൻസ്ട്രേഷൻ. അത് സ്ട്രിക്റ്റ്ലി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ്. 5th ഡേ തന്നെ ഈ ഫസ്റ്റ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. എന്നിട്ട് ഡെയിലി ഓരോ പാക്ക്, ഒരു ടാബ്ലറ്റ് ഡെയിലി ഓരോന്ന്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഇങ്ങനെ കഴിച്ച് പോവുക. ഈ ആരോ ഡെപ്പിറ്റ് ചെയ്തേക്കുന്നുണ്ടോ, ഈ ആരോ ആദ്യം എല്ലാം കഴിച്ച് പോവുക. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ അയൺ ടാബ്ലറ്റും ഓരോ ദിവസവും നമ്മൾ ഇൻടേക്ക് ചെയ്യും. എന്നിട്ട് എല്ലാ പാക്കറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ പുതിയൊരു പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഈ ഓറൽ പിൽസിന് മെയിൻ ആയിട്ട് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. നോസിയ വരാം, ഡിസിനെസ് വരാം. നോസിയ ഛർദ്ദിൽ വരാം, ഡിസിനെസ് വരാം, ഒരു ക്ഷീണം വരാം, ഹെഡ് ഏക്ക്, തലവേദന വരാം. പിന്നെ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്. ഇവിടെ മെൻസസ് ചിലപ്പം ഓക്കെ അല്ലായിരിക്കും, അങ്ങനെ ഒരു കണ്ടീഷൻ വരും. അങ്ങനെ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കർ ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ഒരു സൈഡ് എഫക്റ്റ് ആണ്. അത് ചില വുമൻസിന് ഇത് ഓക്കെ ആയിരിക്കും, ചില വുമൻസിന് മാത്രമേ ഉള്ളൂ ഈ നോസിയും ഡിസിനെസ്സും ഹെഡ് ഏക്ക്, ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്. ആദ്യമായിട്ട് ഈ ഓറൽ പിൽസ് ഒക്കെ എടുക്കുന്നവർക്കായിരിക്കും മെയിൻ ആയിട്ടും ഈ സൈഡ് എഫക്റ്റ് കാണുന്നത്. പക്ഷെ ഈ ഓറൽ പിൽസ് എടുത്ത് ഓക്കെ ആയ വുമണിന് ഇതൊരു വിഷയമാകത്തേ ഇല്ല. ഈ സൈഡ് എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. പിന്നെ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കെ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്.
അതിന്റെ ആക്ഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്റർമിനിസ്റ്റർ ബ്ലീഡിങ് ഒക്കർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതൽ. ഓരോ പാക്കറ്റ് ഓറൽ പിൽസ് 28 ഓറൽ പിൽസ് ഉണ്ട്. 21 കൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. 7 അയൺ ടാബ്ലറ്റ് ആണ്. ഓറൽ പിൽസ് 5th ഡേ മെൻസ്ട്രേഷനിൽ തന്നെ സ്ട്രിക്ട്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പിന്നെ ഓറൽ പിൽസ് ഡെയിലി 1 ടാബ്ലറ്റ് ആണ്. ഈ ആരോസ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആരോസ് വഴി നമ്മൾ ഡെയിലി ഓരോ പില്ലങ്ങ് ഇൻടേക്ക് ചെയ്യുവാണ്. സ്റ്റാർട്ടിംഗ് ഗ്രീൻ സെക്ഷൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ആ സെക്ഷനിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവും. ഏത് ദിവസമാണെന്നുള്ളത് ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അനുസരിച്ചിരിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓറൽ പിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് ആളുടെ പിൽസ്, അത് ആരോ ഇൻഡിക്കേറ്റ് ചെയ്ത പോലെ നമ്മൾ 28 ദിവസം ഈ പില്ല് കഴിക്കണം. എന്നിട്ട് പില്ല് ഇപ്പൊ തീർന്നു പോയി, ഇപ്പൊ പില്ലല്ല ആ ഒരു പാക്കറ്റ് തീർന്നെങ്കിൽ തൊട്ടടുത്ത പാക്കറ്റ് തന്നെ പിറ്റേ ദിവസം നമ്മൾ എടുക്കുക, അത് ഇൻടേക്ക് ചെയ്യുക. പിന്നെ ഓറൽ പിൽസിന് മെയിൻ ആയിട്ട് സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. നോസിയ വരാം, ഡിസിനസ് വരാം, ക്ഷീണം വരാം, ഹെഡ് ഏക്ക് വരാം, പിന്നെ ഇന്റർമിനിസ്റ്റർ ബ്ലീഡിങ് വരാം. ഓറൽ പിൽസിനും ഇതുപോലെ തന്നെ അതൊരു ഐഡിയ കൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓറൽ പിൽസ് ശരിക്കും പറഞ്ഞാൽ ആൾമോസ്റ്റ് 100% എഫക്റ്റീവ് മെത്തേഡാണ്. കാരണം റീവേഴ്സിബിൾ മെത്തേഡുമാണ്. ആൾമോസ്റ്റ് 100% എഫക്റ്റീവ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓറൽ പിൽസ് കഴിക്കുന്ന സമയം നമുക്ക് കൺട്രാസെപ്ഷൻ അത് പ്രിവെന്റ് ചെയ്യും. പിന്നെ സെക്ഷൽ ഇന്റർകോഴ്സുമായിട്ട് ഒരു ഇന്റർഫിയൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ റിവേഴ്സിബിൾ മെത്തേഡാണ്. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത സമയം നമുക്ക് ഈ ഓറൽ പിൽസ് നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നമുക്ക് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് ഓറൽ പിൽസിന്. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ എക്സസൈസ് ആണ്. ഇപ്പൊ അലർജി വല്ലതും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമായിട്ട് വരും. പിന്നെ ഓറൽ പിൽസിന്റെ ഈ സൈഡ് എഫക്റ്റും ശരിക്കും പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കൂട്ടണം. നോസിയും ഡിസിനസും ഈ ഹെഡ് ഏക്കും ഈ ഇന്റർമിനിസ്റ്റർ ബ്ലീഡിങ് അത് സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്കിത് കൂട്ടേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഐഡിയ കൺട്രാസെപ്റ്റീവിന് കിണത്തിൽ പെടാൻ പറ്റത്തില്ല. കാരണം ഡിസഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. പിന്നെ സ്ട്രോങ് മോട്ടിവേഷൻ വേണം, സെൽഫ് ഡിസിപ്ലിൻ വേണം. ഈ ഡെയിലി പില്ല് ടേക്ക് ചെയ്തില്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഡെയിലി പില്ല് ടേക്ക് ചെയ്താൽ മാത്രമേ കൺട്രാസെപ്ഷനുള്ള ചാൻസസ് ഉള്ളൂ. ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. പിന്നെ ഇത് എടുക്കുന്ന ഒരു സ്ട്രോങ് മോട്ടിവേഷൻ, സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ വേണം. കാരണം എന്ന് വെച്ചാൽ ഹെഡേക്കും നോസിയൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് സ്ട്രോങ് മോട്ടിവേഷനും സെൽഫ് ഡിസിപ്ലിനും കൂടെ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ എല്ലാ വുമണും നമുക്ക് ഈ പില്ല് ഓറൽ പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രഗ്നൻസി ആണെങ്കിൽ അബോർഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പ്രഗ്നന്റ് വുമൺ ഈ പില്ല് ഇൻടേക്ക് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വുമൺ ഓഫ് 35 ഇയേഴ്സ് ഓഫ് ഏജ്, 35 ഇയേഴ്സിന് വണ്ടേ ഉള്ള വുമൺസിന് മെൻസസ് സൈക്കിൾ ചിലപ്പോൾ പ്രോപ്പർ ആവത്തില്ല. അതുകൊണ്ട് ആ പില്ല് ഓറൽ പിൽസ് ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറെ പ്രോബ്ലംസിലേക്ക് നയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. BP കൂടുതലുള്ളവർക്ക് അത് ഓറൽ പിൽസ് ഇൻടേക്ക് ചെയ്താൽ BP പിന്നെയും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അവർക്ക് പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂല. ഡയബറ്റീസ് ഉള്ളവർക്ക് പറ്റൂല. അവർക്ക് ഇമ്മ്യൂണിറ്റി ആൾറെഡി തന്നെ കുറവായിരിക്കും. ക്രോണിക് റിവർ ക്യാൻസർ ഉള്ളവർക്കും പറ്റൂല. പിന്നെ ബ്രസ്റ്റും ജനറേറ്റീവ്സിനും ആണ് ഈ ക്രോണിക് ബ്രസ്റ്റിലും ക്യാൻസർ ഉള്ളവർക്കും പറ്റൂല. ജെനിറ്റീവ്സിനും ക്യാൻസർ ഉള്ളവർക്ക് പറ്റൂല. പിന്നെ നേഴ്സിംഗ് മദേഴ്സ് എന്ന് വെച്ചാൽ ലാക്ടേറ്റിംഗ് വുമൺ, ഫസ്റ്റ് 12 monthsലുള്ള ലാക്ടേറ്റിംഗ് വുമണിനും ഈ പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂല. കാരണം അത് നേഴ്സിംഗ് മദേഴ്സിനും മെൻസസ് ഉണ്ട്, എന്നാലും അത് പ്രോപ്പർ ആവത്തില്ല. 12 months ഒക്കെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രഗ്നൻസി ഉള്ള വുമൺസിന് നമുക്ക് പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂല. 35 ഇയേഴ്സിന് ഓൾഡർ ആയിട്ടുള്ള വുമണിന് പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂല. കാരണം മെൻസ്ട്രൽ സൈക്കിൾ ചിലപ്പോൾ പ്രോപ്പർ ആവത്തില്ല. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, BP ഉള്ളവർക്ക് ഈ പില്ല് ഇൻടേക്ക് ചെയ്യണം. BP പിന്നെയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂല. ഡയബറ്റീസ് ഉള്ളവർക്ക് പറ്റൂല. ക്രോണിക് ലിവർ ക്യാൻസർ ഉള്ളവർക്ക് പറ്റൂല. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർക്ക് പറ്റൂല. ജെനിറ്റൽസിന് ഉള്ളവർക്ക് പറ്റൂല. പിന്നെ ജെനിറ്റൽ ക്യാൻസർ ഉള്ളവർക്ക് പറ്റൂല. പിന്നെ നേഴ്സിംഗ് മദേഴ്സ്, ലാക്ടേറ്റിംഗ് വുമൺ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 12 months ഉള്ളവർക്കും പില്ല് ഇൻടേക്ക് ചെയ്യാൻ പറ്റൂല. അത് ഒരു കൺട്രാ ഇൻഡിക്കേഷൻ ആണ്. അതും ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. ഇത്രയേ ഉള്ളൂ ഓറൽ പിൽസ്. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇഞ്ചെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സിനെ പറ്റിയാണ്. ഇതാണ് ഇഞ്ചെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്. ഡെപ്പോ-പ്രൊവേറ കൺട്രാസെപ്റ്റീവ് ഇഞ്ചക്ഷൻ ഉണ്ടോ, അതാണ് ഈ ഇഞ്ചെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഇഞ്ചെക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. ഒന്ന് ഡീപോട്ട് മെഡ്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് അല്ലെങ്കിൽ ഡെപ്പോ-പ്രൊവേറ. രണ്ടാമത്തത് നോറെത്തിസ്ട്രോൺ എനർദാനേറ്റ് നെറ്റിയ. ഡീപോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ് അല്ലെങ്കിൽ ഡെപ്പോ-പ്രൊവേറ എന്ന് പറയും. അതുകൊണ്ടാണ് അതിന്റെ കമ്പനിയുടെ പേര്, അതിന്റെ ജനറലി ഉള്ള പേരാണ് ഈ ഡെപ്പോ-പ്രൊവേറ എന്ന് പറയുന്നത്. അത് തന്നെ DMPA, അത് തന്നെ ഡീപോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്, എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കോൺട്രാസെപ്റ്റീവ് ആണ് നെറ്റിയ, ഇഞ്ചെക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ് ആണ് നോറെത്തിസ്ട്രോൺ എനർദാനേറ്റ്. അത് രണ്ടിന്റെ കണ്ടന്റ് മെയിൻ ആയിട്ട് പ്രൊജസ്ട്രോൺ ആണ്. അതാണ്ട് നമുക്ക് ഈ ഇഞ്ചക്ഷനിൽ നോക്കിയാൽ നമുക്ക് കാണാം മെഡ്രോക്സി പ്രൊജസ്ട്രോൺ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. പിന്നെ കണ്ടന്റ് പ്രൊജസ്ട്രോൺ ആണ്. ഈസ്ട്രോജൻ ഹോർമോൺ വരുന്നില്ല, പ്രൊജസ്ട്രോൺ ആണ് ഇഞ്ചക്ട് ചെയ്യുന്നത്.
പിന്നെ DMPA ആണ് നെറ്റിയനെക്കാട്ടിലും കുറച്ചും കൂടെ എഫക്റ്റീവ്. DMPA 3 months പ്രൊട്ടക്ഷൻ ചെയ്യുമ്പോൾ നെറ്റിയൻ 2 months ഉള്ളൂ. അതുകൊണ്ടാണ് DMPA നെറ്റിയനെക്കാട്ടിലും കുറച്ചും കൂടെ മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് ഇഞ്ചക്ട് ചെയ്യുന്നത് ഇൻട്രാമസ്കുലർ റൂട്ടാണ്. ഇൻട്രാവീനസ് അല്ല, ഇൻട്രാമസ്കുലർ റൂട്ടാണ് ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ് ഇഞ്ചക്ട് ചെയ്യുന്നത്. നെറ്റിയൻ 2 months അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം, 2 months കൂടുമ്പോൾ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. DMPA 3 months കൂടുമ്പോൾ തന്നെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. നെറ്റിയന്റെ ഡോസേജ് വരുന്നത് 200 മില്ലിഗ്രാം ആണ്. DMPയുടെ ഡോസേജ് 150 മില്ലിഗ്രാമേ വരുന്നുള്ളൂ. മില്ലിഗ്രാമും കുറവാണ്, 3 months കൂടുമ്പോൾ ഇഞ്ചക്ട് ചെയ്താൽ മതി. അതുകൊണ്ടാണ് DMPA നെറ്റിയനെക്കാട്ടി മോർ എഫക്റ്റീവ് ആണെന്ന് പറയാനുള്ള കാരണം. വർഷത്തിൽ 4-3-12 വട്ടം മതി DMPA, പക്ഷെ നെറ്റിയനായി 6 വട്ടം ഇഞ്ചക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് വാസക്ടമി ട്യൂബക്ടമി പോലെ എഫക്റ്റീവ് ആണ്, അത്രയും എഫക്റ്റീവ് ആണ്. ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് പെർമനന്റ് കൺട്രാസെപ്റ്റീവ്സിന്റെ അത്രയും എഫക്റ്റീവ് ആണ്, പക്ഷെ റിവേഴ്സിബിൾ മെത്തേഡാണ്. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. വാസക്ടമി ട്യൂബക്ടമി പെർമനന്റ് കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആയതുകൊണ്ട് നമുക്ക് റിവേഴ്സിബിൾ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് അതിനുണ്ട്. പക്ഷെ ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് റിവേഴ്സിബിൾ ആണ്, എഫക്റ്റീവ് ആണ്. വാസക്ടമി ട്യൂബക്ടമി അത്ര എഫക്റ്റീവ് ആണ്. 2 ടൈപ്പ് ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. DMPA ഡീപ്പോട്ട് മെഡ്രോക്സി പേഴ്സണോ അസറ്റേറ്റ്, അതിനെ ഡെപ്പോ പ്രൊവയറ എന്നും വിളിക്കും. സംഭവം ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ നെറ്റിയൻ നോർത്തിസ്ട്രോൺ എനത്താലേറ്റ്. അതിന്റെ രണ്ടിന്റെയും മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് പെർസ്ട്രോൺ ആണ്. DMPA നെറ്റിയനെക്കാട്ടും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ്. കാരണം എന്ന് വെച്ചാൽ DMPA 3 മാസത്തേക്കുള്ള ഇഞ്ചക്ട് ചെയ്താൽ മതി, 150 മില്ലിഗ്രാമേ ഉള്ളൂ. പക്ഷെ നെറ്റി 200 മില്ലിഗ്രാം ഉണ്ട്, 2 മാസം കൂടുമ്പോൾ തന്നെ ഇഞ്ചക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വർഷം 6 ഇഞ്ചക്ഷൻ വേണ്ടി വരും നെറ്റിയനായി. DMPA ആയി 4 ഇഞ്ചക്ഷൻ മതി. അതുകൊണ്ടാണ് DMPA എഫക്റ്റീവ് ആകാൻ കാരണം. ഇഞ്ചക്ഷൻ IM റൂട്ടിലാണ് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ DMPയുടെ ഡോസ് 150യും നെറ്റിയന്റെ ഡോസ് 200 മില്ലിഗ്രാമും. പിന്നെ ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് വാസക്ടമി ട്യൂബക്ടമി പോലെ തന്നെ എഫക്റ്റീവ് ആണ്, പക്ഷെ റിവേഴ്സിബിൾ ആണ്. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇഞ്ചക്റ്റീവ് കൺട്രാസെപ്റ്റീവ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ കൺട്രാസെപ്റ്റീവ്സിനോട് അടുത്ത് നിൽക്കുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള റിവേഴ്സിബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഈ കോണ്ടത്തെക്കാട്ടും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്. ഓറൽ പിൽസിനെക്കാട്ടും എഫക്റ്റീവ് ആണ് ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്. ഐഡിയൽ കൺട്രാസെപ്റ്റീവ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന റിവേഴ്സിബിൾ മെത്തേഡാണ്. സേഫ് ആണ്. സേഫ് എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ സ്പെസിഫിക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അതുപോലെ ഇറഗുലർ ബ്ലീഡിങ് അമേരിയൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. എന്നാലും ഓറൽ പിൽസിനെക്കാട്ടും കുറച്ചും കൂടെ എഫക്റ്റീവ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ്. പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, 2 months 3 months പ്രൊട്ടക്ഷൻ തരുന്നുള്ളൂ. അതൊരു വേറൊരു കാര്യമാണ്. പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് മെയിൻ ആയിട്ട് പറയുന്നത് ഇറഗുലർ ബ്ലീഡിങ് ഉണ്ടാവും. അമനേറിയ മീൻസ് മെൻസസ് ആബ്സൻസ് ഉണ്ടാവും. അത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇറഗുലർ ബ്ലീഡിങ് അമനേറിയ. സൈഡ് എഫക്ട്സ് വളരെ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഓറൽ പിൽസിനെക്കാട്ടും ശരിക്കും പറഞ്ഞാൽ സൈഡ് എഫക്ട്സ് ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഐഡിയൽ കൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് അടുത്ത് നിൽക്കാൻ ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സിന് സാധ്യത ഉണ്ടെന്ന് പറയുന്ന മെയിൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ ഹെവി ബ്ലീഡിങ് റെയർ ആണ്. ഇഞ്ചക്റ്റബിൾ കൺട്രാസെപ്റ്റീവ്സ് ഹെവി ബ്ലീഡിങ് ഉണ്ടാവുന്ന ചാൻസസ് വളരെ വളരെ റെയർ ആണ്. സബ്ഡർമൽ ഇംപ്ലാന്റ്സ് മെയിൻ ആയിട്ടുള്ളത് നോർപ്ലാന്റ് ആണ്. ICMR ഇതുവരെ അംഗീകരിച്ച നോർപ്ലാന്റ് മാത്രമാണ്. പക്ഷെ പുതിയൊരു സാധനം വരുന്നുണ്ട്, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് വെച്ചത്. ഇംപ്ലാനോർ, അതും ഒരു സബ്ഡർമൽ ഇംപ്ലാന്റ് ആണ്. അത് ഓപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഹൈലി എഫക്റ്റീവ് ആണ്, റിവേഴ്സിബിൾ ആണ്. നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഊരി മാറ്റാം. ലോങ് ആക്ടിങ് കൺട്രാസെപ്റ്റീവ് ആണ്. പിന്നെ അതിൽ ലെവനോജെസ്ട്രോൾ മാത്രമേ കണ്ടന്റ് ഉള്ളൂ. എല്ലാ കൺട്രാസെപ്റ്റീവ് മെയിൻ കണ്ടന്റ് വരുന്നത് ലെവനോജെസ്ട്രോളും എത്തിനെ എസ്ട്രാഡിയോളേ ഉള്ളൂ. ചിലത് ലെവനോജെസ്ട്രോൾ മാത്രമേ കണ്ടന്റ് വരുന്നുള്ളൂ. ഇത് 35 മില്ലിഗ്രാം ആണ് കണ്ടന്റ് വരുന്നത് സബ്ഡർമൽ ഇംപ്ലാന്റ്. ഇത് സബ്ഡർമലി ആണ് ഇംപ്ലാന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡെർമിസിന്റെ ആ ലെയർ, ഈ കൈയുടെ കക്ഷമായിട്ടുള്ള ചേർന്ന ഭാഗത്തിലാണ് നമുക്ക് ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നത്, ഈ സബ്ഡർമൽ ഇംപ്ലാന്റ്. പിന്നെ സേഫ് ആണ്, അക്സെപ്റ്റബിൾ കൺട്രാസെപ്റ്റീവ് ആണ്. അത് കൺസിസ്റ്റ് ചെയ്യുന്ന സിലിക്കോൺ റബ്ബറാണ്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. ഇപ്പൊ വരാൻ പോകുന്ന സാധനം പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പാണ്. സിലിക്കോൺ റബ്ബറാണ്. ഇപ്പം ഈ നോൺ പ്ലാൻ അംഗീകരിച്ചിട്ടുള്ള സാധനം സിലിക്കോൺ റബ്ബറുമായിട്ട് മേഡ് ചെയ്തതാണ്.